പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 12 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കേരളത്തിലെ 7ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? കേരളത്തിൽ ഇനി മുതൽ ആന്റിബയോട്ടിക്സ് ഇത് ലഭിക്കാൻ പോകുന്നത് ഏത് കളറുള്ള എൻവലപ്പിലായിരിക്കും? ഇൻഡെക്സ് എക്സ് എന്ന ഉച്ചകോടി ഇത് ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള ഒരു കോൺഫറൻസ് ആണ്? സെമിക്കോൺ ഇന്ത്യ 2024 ഉദ്ഘാടനം ചെയ്ത വ്യക്തി. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് ആയിട്ട് നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇനി മുതൽ ഏതു തരം മരുന്നാണ് നീല കവറിൽ വിൽക്കേണ്ടത്? ആന്റിബയോട്ടിക്സ്. കേരളത്തിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്, അതായത് പുതിയൊരു ഡയറക്റ്റീവാണ്. കേരള ഹെൽത്ത് മിനിസ്റ്റർ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റീവ്. കേരളത്തിൽ ഇനി ആന്റിബയോട്ടിക്സ് ഇത് ബ്ലൂ കളറുള്ള എൻവലപ്പിൽ ആയിരിക്കുള്ളൂ ലഭിക്കുക. ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത് ഇന്നലെയായിരുന്നു, അതായത് സെപ്റ്റംബർ 11. ഹെൽത്ത് മിനിസ്ട്രിയിലെ റേജ് ഓൺ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ROAR എന്ന പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ്. റോറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അതായത് റേജ് ഓൺ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ അൺസയന്റിഫിക് ആയിട്ട് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ് ഇവ കുറയ്ക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ആന്റി മൈക്രോബിയൽ അവയർനെസ് പോസ്റ്റേഴ്സ്, ബോധവൽക്കരണ പോസ്റ്റേഴ്സ് പതിപ്പിക്കണമെന്നും കേരളത്തിലെ സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ 50,000 ബ്ലൂ എൻവലപ്സ് ആണ് പുറത്തിറക്കുക. ഇത് പ്രൈവറ്റ് സെക്ടറിൽ നൽകുകയും ഈ ഒരു ചേഞ്ച് ആണ് ഇപ്പോൾ ആന്റിബയോട്ടിക്സിൽ വരാൻ പോകുന്നൊരു മാറ്റം. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 11, അതായത് ഇന്നലെ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് ആണ് ഈ കാര്യം അനൗൺസ് ചെയ്തിട്ടുള്ളതും. ഒപ്പം തന്നെ റോർ എന്ന, അതായത് റേജ് ഓൺ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന പ്രോഗ്രാമിന്റെ ലോഗോ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്തു. ആജീവാനന്ദ നേട്ടങ്ങൾക്കുള്ള വയോസേവന അവാർഡ് 2024 ആരെയാണ് തിരഞ്ഞെടുത്തത്? വേണുജി. 2024 വയോസേന അവാർഡ് 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. വേണുജി, അദ്ദേഹം കുടിയാട്ടത്തിൽ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള വിദ്യാധരൻ. ഈ 2 പേർക്കാണ് ഈ പ്രാവശ്യത്തെ 2024 വയോസേന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഉള്ള അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത് സാമൂഹ്യനീതി മന്ത്രി R ബിന്ദു. ഈ സെപ്റ്റംബർ 11, അതായത് ഇന്നലെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ 2024 വയോസേന അവാർഡ് 2 പേർക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഒന്ന് മുതിർന്ന സംഗീത സംവിധായകൻ വിദ്യാധരൻ, ഒപ്പം തന്നെ കൂടിയാട്ടത്തിലെ പ്രഗത്ഭ വ്യക്തിയായിട്ടുള്ള വേണുജി എന്നിവർക്കാണ്. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ, അതേപോലെ തന്നെ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവാർഡ് ആണ് വയോസേന അവാർഡ്. ഇത് 11 കാറ്റഗറിയിലാണ് അവാർഡ് നൽകുന്നത്. എല്ലാ വർഷവും നൽകുന്ന ഒരു അവാർഡ് ആണ് വയോസേന അവാർഡ്. 9 സെപ്റ്റംബർ 2024 ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഏത് രാജ്യവുമായും 3ാമത്തെ ഇൻഡെക്സ് എക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US-ന്റെയും ഇന്ത്യയുടെയും ഒരു കോൺഫറൻസ് ആണ് ഇൻഡെക്സ് എക്സ്. ഇൻഡെക്സ് എക്സ് എന്നാൽ ഇന്ത്യ US ഡിഫൻസ് ആക്സലറേഷൻ എക്കോസിസ്റ്റം. ഇൻഡെക്സ് എക്സിന്റെ 3ാമത്തെ ഒരു മീറ്റിംഗ് ആണ് ഈ കഴിഞ്ഞ 9 കാലിഫോർണിയയിലെ സിലിക്കോൺ വാലിയിൽ വെച്ച് നടന്നിട്ടുള്ളത്. ഇന്ത്യൻ ഡിഫൻസും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസും സംയുക്തമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് ഇൻഡെക്സ് എക്സ് എന്ന ഈ ഒരു കോൺഫറൻസ്. ഈ ഒരു സമ്മിറ്റ്, അതായത് ഈ കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത് US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറം, USISPF, അതായത് US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറം, ഒപ്പം തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ സമ്മിറ്റിന്റെ ഏറ്റവും ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു ഡിഫൻസിലെ പാർട്ട്ണർഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കുക, ബലവത്താക്കുക എന്നതാണ്. ഇൻഡെക്സ് എക്സ് എന്ന US-ന്റെയും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസിന്റെ ഈ ഒരു കോൺഫറൻസ് ഇത് നടന്നിട്ടുള്ളത് കാലിഫോർണിയയിൽ സെപ്റ്റംബർ 9 ഏത് നഗരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെമിക്കോൺ ഇന്ത്യ 2024 ഉദ്ഘാടനം ചെയ്തത്? നോയിഡ, UP-യിലെ ഒരു സിറ്റിയാണ് നോയിഡ. നോയിഡയിൽ ഇപ്പോൾ സെമിക്കോൺ ഇന്ത്യ 2024 എന്നൊരു മേള, ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് UP-യിലെ നോയിഡയിൽ സെമിക്കോൺ ഇന്ത്യ എന്നൊരു കോൺഫറൻസ്. ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്.
ഇത്തരത്തിലുള്ള ഒരു സെമികോൺ ഇന്ത്യ 2024 ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗ്ലോബലി ആഗോളതലത്തിൽ തന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു ഹബ് മാറ്റണമെന്ന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സെമികോൺ ഇന്ത്യ എന്ന ഈ ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യ $150 ബില്യൺ സെമി കണ്ടക്ടേഴ്സ് ആണ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് $500 ബില്യൺ എക്സ്പോർട്ടിംഗ് ആണ്. അതായത് ഇപ്പോൾ 150 ബില്യൺസ് ആണുള്ളത്, ഇനി 500 ബില്യണിലേക്കാണ് ഇന്ത്യയിലെ സെമി കണ്ടക്ടേഴ്സ് അത് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫറൻസ് ആണ് സെമികോൺ ഇന്ത്യ 2024. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് ഇന്ത്യയിലെ C-130J സൂപ്പർ ഹെർക്കുലിസ് പ്രോഗ്രാമിനായി ആരുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു? ലോക്ഹീഡ് മാർട്ടിൻ. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് കൂടാതെ അമേരിക്കൻ എയറോസ്പേസ് കമ്പനിയായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ ഇന്ത്യയിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന C-130J സൂപ്പർ ഹെർക്കുലിസ് ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെ മെയിൻ്റനൻസിനും സപ്പോർട്ടിനും വേണ്ടിയുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു. ലോക്ഹീഡ് മാർട്ടിൻ ഇത് അമേരിക്കൻ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ഇതേപോലെ തന്നെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. കൂടാതെ തന്നെ വരുന്ന ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്, മഹീന്ദ്ര, L&T എന്നിവയെല്ലാം ഇന്ത്യയിലെ ഡിഫൻസ് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനമാണ് C-130J സൂപ്പർ ഹെർക്കുലിസ് ട്രാൻസ്പോർട്ട് വിമാനം. 2011 ഇന്ത്യയിൽ ആദ്യമായിട്ട് C-130J സൂപ്പർ ഹെർക്കുലിസ് വിമാനം ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് നൽകിയിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലോക്ഹീഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ 12 ഇത്തരത്തിലുള്ള വിമാനമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ രാജാവായ കഴുകനെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഉത്തർപ്രദേശ്. ഏഷ്യൻ കിങ് വൾച്ചർ ഇതിന്റെ ഒരു ബ്രീഡിംഗ് സെന്റർ ആണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഗോരഖ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലുള്ള ബാരിവൈസി എന്ന റേഞ്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. ഏഷ്യൻ കിങ് വൾച്ചർ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കഴുകൻ ഇതിന്റെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ UP-യിലെ ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് UP-യിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് ആണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 6 UP ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ലോകത്തിലെ ആദ്യത്തെ ബ്രീഡിംഗ് സെന്റർ ഏഷ്യൻ കിങ്സ് വൾച്ചറിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ളത്. ഒരു വർഷം ഒരു മുട്ടയാണ് ഒരു പെൺ കഴുകൻ മുട്ടയിടുന്നത്. അതായത് ഒരു വർഷം ഒരെണ്ണം മാത്രം. അടുത്ത 8 മുതൽ 10 വർഷം കൊണ്ട് 40 പെയേഴ്സിനെ റിലീസ് ചെയ്യാനാണ് ജഡായു സെന്റർ ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ 7ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ പാനൽ അധ്യക്ഷൻ ആരായിരിക്കും? KN ഹരിലാൽ. ഇന്നലെ സെപ്റ്റംബർ 11 കേരള ക്യാബിനറ്റ് 7ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, അതായത് 7th സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഇത് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അപ്രൂവൽ നൽകിയിട്ടുള്ളത്. ഇതനുസരിച്ച് KN ഹരിലാൽ ആയിരിക്കുള്ളൂ 7ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. നേപ്പാളിലെ പുതിയ കരസേന മേധാവി ആരാണ്? COAS അശോക് രാജ് സിഗ്ഡൽ. നേപ്പാളിന്റെ പുതിയ ആർമി ചീഫ് ആയിട്ട് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് COAS അശോക് രാജ് സിഗ്ഡൽ ചുമതല ഏറ്റെടുത്തു. നേപ്പാൾ ആർമിയിലെ 45ാമത്തെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആയിരിക്കുള്ളൂ അശോക് രാജ് സിഗ്ഡൽ. നേപ്പാളിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് രാമചന്ദ്ര പൗഡൽ. അദ്ദേഹം നേപ്പാളിന്റെ സുപ്രീം കമാൻഡർ. അദ്ദേഹത്തിന്റെ പ്രസൻസിലാണ് അശോക് രാജ് സിഗ്ഡൽ നേപ്പാൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. നേപ്പാളിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് KP ശർമ്മ ഓലി. അദ്ദേഹം ഈ കഴിഞ്ഞ ജൂലൈ 15 പ്രൈം മിനിസ്റ്റർ ഓഫ് നേപ്പാൾ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. 2024 സെപ്റ്റംബർ 11 യാഗി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം ഏത്? വിയറ്റ്നാം. ഈ കഴിഞ്ഞ ദിവസം വിയറ്റ്നാമിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു ചുഴലിക്കാറ്റ് ആയിരുന്നു ടൈഫൂൺ യാഗി. ഈ ഒരു ചുഴലിക്കാറ്റ് മൂലം വിയറ്റ്നാമിൽ ഏതാണ്ട് 160+ ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ടൈഫൂൺ യാഗി, അതായത് യാഗി ചുഴലിക്കാറ്റ്. ഇന്നലെ സെപ്റ്റംബർ 11 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ചാമ്പ്യൻസ് ട്രോഫി ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിന്റെ ഉത്തരം ക്രിക്കറ്റ്. ക്രിക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിം ആണ് ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫി ഇതിന്റെ ആദ്യത്തെ പതിപ്പ് ആരംഭിച്ചത് ബംഗ്ലാദേശിൽ ആണ് 1998. 8 ടീം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയാണ് ചാമ്പ്യൻസ് ട്രോഫി. വൺ ഡേ ഇന്റർനാഷണൽ മെത്തേഡിലുള്ള ഒരു മത്സരമാണ് ചാമ്പ്യൻസ് ട്രോഫി. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇനി മുതൽ ഏതുതരം മരുന്നാണ് നീല കവറിൽ വിൽക്കേണ്ടത്?
ആന്റിബയോട്ടിക്സ്. ആജീവാനന്ദ നേട്ടങ്ങൾക്കുള്ള വയോസേന അവാർഡ് 2024 ആരെയാണ് തിരഞ്ഞെടുത്തത്? വേണുജി. കൂടാതെ വിദ്യാധരൻ. 9 സെപ്റ്റംബർ 2024 ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയവും ഏത് രാജ്യം 3ാം ഇൻഡസ് എക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഏത് നഗരത്തിലാണ് പ്രധാനമന്ത്രി മോദി സെമിക്കോൺ ഇന്ത്യ 2024 ഉദ്ഘാടനം ചെയ്തത്? നോയിഡ, UP. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ഇന്ത്യയിലെ C-130J സൂപ്പർ ഹെർക്കുലിസ് പ്രോഗ്രാമിനായി ആരുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു? ലോക്ഹീഡ് മാർട്ടിൻ. ഏഷ്യൻ രാജാവായ കഴുകനെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഉത്തർപ്രദേശ്. കേരളത്തിന്റെ 7ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ പാനൽ അധ്യക്ഷൻ ആരായിരിക്കും? KN ഹരിലാൽ. നേപ്പാളിലെ പുതിയ കരസേന മേധാവി ആരാണ്? ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അശോക് രാജ് സിഗ്ഡൽ. 2024 സെപ്റ്റംബർ 11 യാഗി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം ഏത്? വിയറ്റ്നാം. ഇന്ന് സെപ്റ്റംബർ 12 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ഏത് പ്രതിരോധ സേനയാണ് ഏറ്റവും വലിയ ബഹുരാഷ്ട്ര അഭ്യാസമായ തരംഗ് ശക്തി 24 നടത്തിയത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. എക്സസൈസ് തരംഗ് ശക്തി ഇതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ എന്നും കറണ്ട് അഫയേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മേഖലയിൽ, ആ ഒരു ഏരിയയിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.